ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നിനി ഹുമയൂണ് പോവുക. ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ, ഹുമയൂണിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ജയലനോ അങ്ങനെ ഏതൊക്കെയാണ്. പക്ഷെ അവിടുന്ന് പിന്നെയും ഓട്ടോ വിളിക്കുന്നുണ്ട്. സോ അതിന് ബെറ്റർ ഇവിടുന്ന് ഊബർ വിളിച്ചാൽ 30 സംതിങ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ പിന്നെ ഞങ്ങൾ 3 പേരല്ലോ, അപ്പം ഊബർ വിളിക്കുക വിചാരിച്ചു, ഓട്ടോ വിളിക്കുക വിചാരിച്ചു. അപ്പോൾ ഇന്നോള് മോഡേൺ ഡ്രസ്സിലാട്ടോ, നല്ല ഭംഗിയുള്ള ഡ്രസ്സ്. അപ്പോൾ ഹായ് പറഞ്ഞേ. ഹായ്. ഇന്ന് എങ്ങോട്ടാ പോണേ? ഹുമയൂണല്ല, അതുപോലെ അലക്കിട്ടോ. ഹലോ, എന്നാളും കണ്ണൊരേ പോലെ അല്ലേ? കണ്ണാൻസ അത് ഇത് ദീദിന്റെ അല്ല എന്റെ താത്ത. ദീദിന്റെ താത്തന്റെ കുട്ടി. അപ്പൊ ആ കണ്ണ് കിട്ടുമല്ലോ, അതാണ് അത്രേ ഉള്ളൂ അല്ലേ? ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾ തന്നെ ലേറ്റ് ആക്കിയാണ്. അതിന് പുറമെ വലിയ പെട്രോൾ അടിക്കാൻ ലേറ്റ് ആക്കുന്നു. ഫസ്റ്റ് ഡ്രൈവർ, സെക്കൻഡ് ഡ്രൈവർ. അപ്പം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓട്ടോ കേട്ടോ. മറ്റേത് മെട്രോ ആകുമ്പോൾ കുറേ കറങ്ങി തിരിഞ്ഞാൽ പോകണം. ഇതാകുമ്പോൾ ഡയറക്റ്റ് അവിടെ പെട്ടെന്ന് മേടിച്ചോളി. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലാട്ടോ. ക്യാപ്പ്. അപ്പോൾ ഞങ്ങൾ മേളിലെത്തി. അവർ ഓട്ടോക്കാർ അപ്പുറത്തൊരു ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറുണ്ട്, അവിടെ ഫസ്റ്റ് നിർത്തി. അവിടെ എന്താ മ്യൂസിയം എല്ലാം കൂടെ കമ്പൈൻഡ് ടിക്കറ്റാണ് എടുക്കുന്നത്. പിന്നെ അവർ പറഞ്ഞ് കമ്പൈൻഡ് ടിക്കറ്റ് വേണ്ടാന്ന്, മ്യൂസിയം ഒന്നും ഇവിടെ കയറി കാണാൻ പോകില്ല, ജസ്റ്റ് ഹുമയൂൺ കണ്ട് ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നെ, ഇവിടെ തന്നെ ആക്കി തന്നാൽ മതി, ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാറുണ്ട്. ഇങ്ങോട്ട് പോകുന്നു, ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കട്ടെ. ഇവിടെ സ്കാൻ ചെയ്യുന്നില്ല, ഈ സ്കാൻ ചെയ്ത് പേ ചെയ്യുന്ന കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ. ഇതാകുമ്പോൾ ക്യൂ നിന്ന് ഇറങ്ങാറുണ്ട് ആ വെയിലും കൊണ്ട്. ഹായ് ഗൈസ്, അതാ ഇത് ഇവിടുത്തെ പുതിയ എന്താ അയ്യോ പുതിയ എന്തോ പുതിയ ബാഗ്. പുതിയ ബാഗ്. 50 രൂപ. വിറ്റോ പൈസ വിറ്റോ. 50 പറഞ്ഞാൽ ഒന്നെടുത്ത് 50 ആകെ ഒന്നേ ഉള്ളൂ. ലാസ്റ്റ് സ്റ്റോക്കാണ്, ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഹിന്ദിയിൽ പറ. 50 മേ വേണ്ട. അപ്പോൾ ഇവിടുത്തെ സ്കാനർ വർക്കില്ല ഗൈസ്. അപ്പം ഇനി ആരും അവിടെ പോയി ഇനി വർക്കാവും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പം സ്കാനർ വർക്കില്ല, സോ ലൈൻ നിൽക്കേണ്ട അവസ്ഥയായി. പിന്നെ ഇവിടെ ജിപേ അല്ല ഇവിടെ അല്ല തോന്നുന്നു, ക്യാഷ് ഓൺലി ആണ്. അപ്പം പൈസ കൊണ്ട് പോയോക്കട്ടെ. ഇനി ഇതിന് ചേഞ്ച് ഇല്ല അറിയില്ലേ. ഇന്ത്യൻസിന് 40, ഫോറിനേഴ്സിന് 600. എന്ത് ഡിഫറൻസ് അല്ലേ. പിന്നെ ചിൽഡ്രൻ ആണെങ്കിൽ ഫീസില്ല കേട്ടോ, ടോക്കൺ കിട്ടും. ഈ ടോക്കൺ മിസ്സായാൽ 100 രൂപ ഫൈൻ കേട്ടോ. ആരെ പോലീസ് തിന്നാനുള്ള കൊടുക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം തിന്നാനുള്ള മുഴുവൻ പോലും ബാഗ് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് കാരണം ഈ വാങ്ങുന്ന ഫുള്ള് ഓൽക്ക് കൊടുക്കണം. പിന്നെന്തിനു വാങ്ങുന്നത്? നമ്മ ഇംഗ്ലീഷൊക്കെ ഹിന്ദിയൊക്കെ പഠിച്ച്, അല്ലാതെ ഹിന്ദി തീരെ അറിയാത്ത ആളേന് ഇപ്പൊ ഒറ്റക്കൊക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ ടോക്കൺ ഇല്ല ഗൈസ്. അങ്ങ് ടോക്കൺ ഇല്ലല്ലോ, ഫ്രീയേ. ഞങ്ങൾക്ക് 3 പേർക്കേ ടോക്കനുള്ളൂ. ശരിയാ, അവൾക്ക് ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് ടോക്കൺ മിസ്സാവില്ല, അപ്പം ഫൈന് വരില്ല. ഓക്കെ. അന്നര കണ്ണാ ഓടിവ കണ്ണാൻ തുമ്പി പാറിവ കുരണയാൻ തിടുക്കമെന്താണോ തന്തിന അണ്ണാൻ. ഇതാണ് എൻട്രി വരുന്നത്. ഇനി അവിടെയാണ് ഹുമയൂൺ ടോം. ഇങ്ങോട്ട് പോവാം. കയറി വരുമ്പം ഫസ്റ്റ് ഉള്ളത് ഇസാക്കാൻ ടോം, അതാണത്. പിന്നെ അത് കഴിഞ്ഞ് ഹുമയൂൺ ടോം, അതവിടെ അതിൻ്റെ ഉള്ളിൽ. പിന്നെ അടിയിലെന്തോ എന്തായാലും അങ്ങനെ ഇതിൽ എഴുതി വെച്ചു കേട്ടോ, ഓരോന്ന് എഴുതി. അല്ല, പാട്ട് പറഞ്ഞോ. ഇതാരാ ഉണ്ടാക്കി? എൻ്റെ ഒറിജിനൽ അറിയണമെങ്കിൽ ഓൾക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ പോയേക്കാം. അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരാം. അമ്മ ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോന്നോ? ഇവിടെ പോയേക്കാം. അല്ല, ഇവിടെ പോയിട്ട് അങ്ങോട്ട് പോവാം. ഫസ്റ്റ് നമ്മളില്ലേ
എനിക്ക് ഓർമ്മയില്ല, ഇസാക്കാനോ അങ്ങനെ എന്തോ ആണ്. എന്തായാലും അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് സംഗതി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യൂ ആട്ടോ അത്. കപ്പിൾസേട്ടാ അവനൊന്നും അറിയിക്കണം, നല്ലൊരു വ്യൂ എടുക്കുമ്പോൾ. ഇതാണ് ഹുമയൂൺ ടോംബാണ് മെയിനും, അതാണ് രസം. പക്ഷേ ഇതിന് വേറെ എന്തോ ഒരു രസമുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്താണോ അറിയില്ല കേട്ടോ. ഇതൊരു പ്രത്യേക ഭംഗിയാണ്. ലൈക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ഇത് കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള പോലെ. പട്ടിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തതാണ്. പക്ഷേ ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ പോത്തി പട്ടി വന്നാൽ പോത്തി ഓളെ പേടിയായി. അപ്പം ഇനി അതുകൂടെ ഉണ്ട്. അവിടെയും കൂടെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് ഹുമയൂൺ ടോംബ് കാണാൻ പോട്ടെ. ഇവിടെ തന്നെ ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂറായി ഫോട്ടോഷൂട്ടും എല്ലാം കൂടെ ആയിട്ട്. അപ്പം മഴയാണോ പെയ്യുക, വെയിലാണോ പെയ്യുക, വെയിലാണോ വരിക, ഒരു ഐഡിയയും കിട്ടില്ല. അതുകൊണ്ട് കോട്ടും ഉണ്ടായില്, അതേപോലെ 2 കുടയുണ്ട്. അപ്പോൾ 2 സെറ്റാക്കിയാൽ പോവാം. അതാണ് എൻട്രി ഹുമയൂണിൻ്റെ. ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. ഉമ്മമാരെ കൊണ്ടുവരികയാണ്, ഇതാണ് ഉപകാരം. ഉണ്ടാവും കൊണ്ടുവരും. കണ്ടോ, ഇതേപോലെ ഹിസ്റ്ററി ഒക്കെ അറിയണമെങ്കിൽ ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കൂടെ കൊണ്ടുവരുന്നതാണ്. പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് പിന്നെ കണ്ടുപോയാൽ മതിയല്ലോ എന്നുള്ളൊരു ഹിസ്റ്ററി അങ്ങനത്തെ ഒന്നും നോക്കിയില്ല. അല്ലെങ്കിൽ ഇതേപോലെ എഴുതിയും വെക്കും കേട്ടോ. ഹിസ്റ്ററി അതിനെ പറ്റിയുള്ള അതിൻ്റെ പേര്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഫുള്ള് ഇതിലുണ്ടാവും. അപ്പം അങ്ങനെ വായിക്കാം. ഇതേപോലെ ബോർഡുകളുണ്ടാവും, ഇത് വായിച്ചു പോവാം. അതിനുള്ള ടൈം ചെറിയ മക്കളെയും കൊണ്ടുവരുമ്പം ഇതൊന്നും എടുക്കില്ല. സമാധാനത്തിൽ അങ്ങനെ പോയാലോ ഒന്നും എടുക്കില്ല. ഇതന്നെ ഇപ്പോൾ എപ്പോഴോ തുടങ്ങിയ കരച്ചിലൊക്കെ. ഇങ്ങനെ സമാധാനിപ്പിച്ച് വേഗം പോവാ പറഞ്ഞാണ്ട് അങ്ങനെ കൊണ്ടുവന്നു. ഇനി ഉള്ളിൽ കയറി ഒന്ന് റൗണ്ട് അടിച്ച് വേഗം ഇറങ്ങണം. പാർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതാണ് പ്രശ്നം. ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ പാർക്കിൽ പോകണം. പാർക്ക് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ലോകത്തിൽ ഗാർഡനിൽ പോകാമെന്നുള്ളതിലേക്കാണ് നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റാക്കുക. ഫോൺ വേണം, അതാക്കണം, ഇതാക്കണം, അങ്ങനെ ഓരോരോ ഇഷ്യൂസാണ്. അപ്പം ഇവരെന്താ വരാത്ത? ഇമ്മമാരെ കൊണ്ടുവന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇമ്മമാരെ കൊണ്ടിരുന്നത്. അതാവുമ്പോൾ നമ്മളെ ബാഗ് കുറേ ഐറ്റംസൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ. പിന്നെ വെള്ളം, പിന്നെന്താ വെള്ളം, പിന്നെ ടിഷ്യൂ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവില്ലേ. അതൊക്കെ അമ്മമാരാകുമ്പോൾ ഓലിങ്ങനെ ഓരോ ടൈം ആകുമ്പോൾ ഇത് വേണ്ടേ, വെള്ളം കുടിക്കി, അതാക്കി, ഇതാക്കി, ഇവിടെ ഇരിക്കുക, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കെന്താവും, റെസ്റ്റ് എടുത്ത് സമാധാനത്തിൽ പോയി പോരാം. ഓക്കെ, ഇത് വേദി ചിലപ്പോൾ ഞാൻ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചറിയട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി ഹിസ്റ്ററീസ് ഒന്നും അധികം അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് പറയുന്നത് അഥവാ കറക്റ്റ് അല്ലെങ്കിൽ അത് ക്ഷമിക്കുക. എനിക്കറിയാമല്ലോ കറക്റ്റ് ആൻസർ എന്താണ്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഹുമയൂൺ ടോംബ്. എന്തുണ്ട്? അതാണോ? അതെന്തിനുള്ള? ഇന്ന് ഉറങ്ങിയിട്ട് നാളെ വരില്ലേ? ഉറങ്ങിക്കോ, ഇത് ബെഡുണ്ട് പറഞ്ഞു. ഓ, സെക്യൂരിറ്റിക്ക് കിടക്കാൻ വെച്ചാലേ, ശരിയാ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കറങ്ങി നേരെ ഇറങ്ങണം. വേഗം ഇറങ്ങി സഫ്താർ പോകണം, ലോധി പോകണം. നമുക്ക് ലോധി ഗാർഡൻ പോണ്ടേ? ഇത് നോക്കിട്ടോ, വെള്ളത്തിൽ ചാടണ്ട. അപ്പോൾ പോവാ. ഈ എന്തോ ഓരെ കാത്തിക്കുന്നേ? ഈ കയറിക്കോ. അപ്പം മെല്ലെ തന്നെ കയറായുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് സ്റ്റെപ്പാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇതാണ് ഹുമയൂൺ ടോംബ്. ഓക്കെ, ഓ എവിടുന്നാ വിളിയേക്കുന്നത് മനസ്സിലാവില്ല. എന്നെ പറയാണ്ടമ്മ ഹുമയൂൺ ടോംബിനെ പറ്റി? ഒന്നുമില്ലാന്ന്. നമ്മൾ കയറി വന്ന എൻട്രൻസ് അത്. അയ്യോ, ആ, 5 ആളുണ്ട്. ഇതൊക്കെ മരിച്ചവര് മറവ് ചെയ്തതാ. ഉള്ളിലെന്താ? ആ, ഉള്ളിലും തന്നെ മറവ് ചെയ്തതാ ഉണ്ടാവുക.
ഇപ്പം ഇവിടുത്തെ കോട്ട കഴിഞ്ഞു. ഇനി താഴെ ഇനി സഫ്താർ പോട്ടെ. എന്താടാ പട്ടിക്കുടാ എന്തൊരു കള്ള ലക്ഷണം. ഇപ്പ് പട്ടിൻ്റെ കടി ഇട്ടില്ല എന്നേ ഉള്ളൂ. അത് ചെറുതുണ്ടോ അത് പോണേ, അത് നേരെ ഞാൻ അതിൻ്റെ അടുത്തുള്ളത് പട്ടിൻ്റെ അടുത്തുള്ളത് അവർ വടിയെടുത്താണ്ട് അതിൻ്റെ മേലെ കറിഞ്ഞ് ഓൻ പോയി. പട്ടി എണീറ്റാട് ഓടി എൻ്റെ അടുത്ത് കൂടെ പോയി. ഭാഗ്യത്തിന് എനിക്ക് കടി കിട്ടിയില്ല. അവരാദ്യം പറഞ്ഞ 100 വേണം, അത് പറ്റില്ല പറഞ്ഞപ്പോൾ 90 വേണം. പിന്നെ പറഞ്ഞ് ഊബറിൽ സൺഡേറ്റ് കാണിക്കുന്നോളൂ പറഞ്ഞപ്പോൾ 80 തരികയാണ്. 80 പറഞ്ഞാൽ പോകുന്നുണ്ട്. നിങ്ങൾക്ക് സ്ഥലം അറിഞ്ഞാൽ മതി. അറിയില്ലാന്നൊക്കെ പറയുകയാണെങ്കിൽ കൊടുങ്ങി ലോധിയാണ് ഫസ്റ്റ് എന്നാൽ. അപ്പോൾ ലോധി പോയിട്ട് സഫ്താർക്ക് പോകുന്ന മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ഈ ഏരിയയിലാണ് ലോധി വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ സഫ്താറും പോകണം. ഗാർഡൻ സ്റ്റാർട്ടിങ്. ഞാൻ പക്ഷെ കേരള വേറെ ഏരിയ കൂടി കേട്ടോ കയറിന്. ഇതാണ് ഇതിൻ്റെ എന്തെന്നുള്ളത് ഞാൻ എപ്പോഴും അറിയുന്നത്. കളിക്കുന്ന പാർക്കില്ല, ഇവിടുത്തെ പാർക്ക് ഇങ്ങനെയാണ്, ഗാർഡനാണ് പാർക്ക്. ഇവിടെ ഇതിൻ്റെ അകത്ത് കുറേ സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട്. കാണിച്ചത് കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഓക്കെ, എല്ലാത്തവർക്ക് ഇതിൻ്റെ സൈഡ് പ്ലാൻ ഉണ്ട് കേട്ടോ. ഇതിലെവിടെയൊക്കെ എന്തൊക്കെ ഉള്ളത് എങ്ങനെ കാര്യങ്ങളൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നോക്കാം. ഇത് നോക്കിയിട്ട് എനിക്ക് വായിക്കാൻ അറിയോ. ഏതാ നോട്ടൊക്കെ ഉണ്ടോ? ഓളിപ്പം ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് പറഞ്ഞുതരും. ഇതിലെന്താ ഇപ്പം പറയാന്നേ പറ. അട്ടപ്പാളോ? ഞാൻ കാണുന്നില്ല. അറ്റപ്പാളെന്താ? അത്പുല. അത്പുല അത്പുല കണ്ടില്ലേ? ഓക്കെ, ഇങ്ങോട്ട് തിരി. അപ്പം ഇവിടെ നൈറ്റാട്ടോ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുക. ഞാൻ വന്നത് നൈറ്റാണ്, 2-3 വട്ടം വന്നത്. ആ വന്ന ടൈമിലൊക്കെ നൈറ്റ് പറഞ്ഞാൽ അത്യാവശ്യം ലൈറ്റൊക്കെ സെറ്റാക്കി. പിന്നെ ഈ കോളേജ് പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഈ കാലിക്കറ്റ് ബീച്ച് കൂടൂലേ, ആ ഒരു ചെറിയൊരു വൈബ്. അത്രക്ക് എവിടെ എത്തൂല, എന്നാലും ചെറിയൊരു വൈബ് ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് ഇവിടെ സെറ്റപ്പൊക്കെ. ഓ കയറൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തായാലും മേലെ കൂടും. ഇവിടെ മെയിനായിട്ട് ഈ ലോധിഗാർഡിൻ്റെ ഏരിയ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരായാലും എല്ലാവരും അവരൊക്കെ ക്ലീനാക്കി വന്നപ്പോൾ അടിച്ചു വാരിക്കൂടെന്ന്. അപ്പോൾ ആയില്ല എന്നൊക്കെ ഒരു മിനിറ്റ്. അപ്പോൾ ഇവർ ഈ ജോഗിങ്ങിനായിട്ടും പിന്നെ ഷട്ടിൽ കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവേണ്ടി വൈകുന്നേരം. ഇവിടെ ഇപ്പം ഞങ്ങൾ പറ്റിയൊരു നട്ടുച്ച ടൈമിലാണ്. ടൈം എത്ര 12 1 മണിയോ അങ്ങനെ എന്തോ ആയാണ്. അപ്പം വലിയ വൈബ് ഈ ഒരു കാണുന്ന വൈബ് ഉണ്ടാവുള്ളൂ. ആയിക്കൂടെ ഇറങ്ങിക്കോളൂ. നല്ല ഫ്രെയിമാണ്. അതിൽ നിൽക്കുന്ന ആൾക്കാർ നല്ല ഭംഗിയുണ്ട്. എന്തായാലും അത് കണ്ടിട്ട് നല്ല രസമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോയി എടുത്താലോ എന്ന് വിചാരിക്കുക. പക്ഷെ ഇവർ മാറണം ആദ്യം. നല്ല ഗാർഡന് ഇഷ്ടപ്പെട്ടോ? വെയിലിൻ്റെ ഇഷ്യൂ ഉള്ളു. ബാ ഉള്ളു പോയേക്കാം. എന്തോന്നാണ് എന്താന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച് പോയിന സ്ഥലത്ത് ഒരു കപ്പിൾസ് വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പം ഓരോ ഷൂട്ട് കഴിയുമ്പോഴത്തേന് ടൈം കുറേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറെ ഒന്നുണ്ട്. പറ. അപ്പോൾ അവിടെ പോയി ഇനി ബാക്കിയുള്ളവർക്കൊക്കെ ഫോട്ടോ എടുത്തു. വ്ളോഗ്. ഇത് എനിക്ക് ഹിന്ദി ചെറുതായിട്ട് അറിയാം. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് വന്ന് ഹിന്ദിക്കാരും പെട്ടെന്ന് വന്ന് സംസാരിച്ചാൽ എനിക്കൊന്നും ഉണ്ടാകണമല്ലോ. എനിക്ക് സംസാരിക്കാനും അറിയില്ല. അപ്പോൾ എനിക്ക് ഹിന്ദി എന്താണെന്ന് പോലും അറിയാത്ത പോലത്തില്ല ഞാൻ നിൽക്കുക. അത് നേരത്തെ അയാൾ വന്നപ്പോൾ അയാൾ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ മതി. എനിക്കും ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം. പക്ഷെ എന്നാലും എനിക്കവിടെ ബ്ലാങ്ക് ആയിപ്പോവും. അത് ഇനിയിപ്പം ഇവിടുത്തെ ഏത് ഹിന്ദിക്കാരാവട്ടെ ഞാൻ ബ്ലാങ്ക് ആവും. എന്തേ വ്ളോഗ് എടുക്കുകയല്ലേ കള്ളത്തി. ഹായ് പുൽച്ചാടിനെ കണ്ടില്ല. ഇനി ഞങ്ങളെന്തായാലും സഫ്താർക്കോട്ടെ. ഇവിടുന്ന് ആകെ കുറച്ച് നടക്കാനേ ഉള്ളൂ, ഒരു 5-10 മിനിറ്റ്. എന്നിടന്ന് അവിടെ എത്തി. അവിടുന്ന് പിന്നെ അവിടുന്ന് ഒരു 5 മിനിറ്റ് അടുന്ന ജോർബാഗ് മെട്രോ സ്റ്റേഷനിലെത്തും. അവിടുന്ന് ഡയറക്റ്റ് സരോജിനി പോകാം എന്നാണ് വിചാരിക്കുന്നത്. എന്താ മോളെ? കിടക്കാം. കിടന്നോ? ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന് പഠിച്ചാലറിയാം കേട്ടോ. അവൾക്കിപ്പോൾ എന്തായാലും പാർക്ക് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പാർക്കേ പറ്റുള്ളൂ. ഇനി എന്തായാലും എന്താ അറിയില്ല, ഇവിടെ പറ്റിയാണ്.
ആൾക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരുന്നുണ്ട്. എൻ്റെ അങ്ങനെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെ ഫോട്ടോ എടുക്കുക, ഇതെടുക്കുക, അതെടുക്കുക. എന്തേ എന്തേ എഴുന്നേറ്റ് പോയി. ആ ഒരു പ്രശ്നം, ഇതിൻ്റെ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങല്ലേ അറിയില്ല. ഗൂഗിൾ മാപ്പ് നോക്കിയപ്പം അങ്ങോട്ട് നടന്ന്, ഫസ്റ്റ് ഇങ്ങോട്ട് നടന്ന്, ബാക്കോട്ട് നടന്ന് ഒക്കെ നടന്ന്, ഇപ്പം ഇങ്ങോട്ട് ഇങ്ങനെ പോയേക്കട്ടെ. അത് ഗൂഗിൾ മാപ്പ് നോക്കി പുറത്തെത്തട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് വഴി കറക്റ്റ് അറിയുന്നില്ല. ഗൂഗിൾ മാപ്പ് ഇങ്ങോട്ടാണെന്നാണ് കാണിക്കുന്നത്. എക്സിറ്റിക്ക് ഇവിടെ കുറേ വഴിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. അപ്പം എക്സിറ്റ് എവിടെ എങ്ങനെയാണെന്നൊന്നും ഐഡിയ ഇല്ല. സോ ഞാൻ ഗൂഗിൾ മാപ്പ് വഴി ഇങ്ങനെ പോകുന്നുണ്ട്. അടുത്തൊക്കെ ഇന്ന് വിശ്വസിച്ചിറങ്ങി വന്ന് 2-3 എണ്ണം ഇവിടെ എത്തിയില്ലേ, എന്നെ അല്ല നീ വിശ്വസിച്ചല്ലേ ഇവിടെ എത്തി. കുഴപ്പമില്ല. കുടുംബശ്രീ പോലല്ലേ. വയ്യൊന്നും അറിയില്ല, എന്നാലും ഏതൊക്കെ വയ്യ കാണിച്ചുണ്ട്. അതിലല്ലേ അങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ ഏതോ കാക്ക പോകുന്നുണ്ടെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. ഹലോ താത്തേ, ഞാനാ കുടയുള്ളതാ, കുടൊന്നും തരൂ. അതിൽ പോയാലും പുറത്തു എത്തും, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങി നടക്കും ചെയ്യാം. യെസ് കിട്ടി. ആ കാണുന്നത് ഇതാണ് എന്ത് റോഡ്. അപ്പം ഇതിൽ കൂടെ പോയി ഇങ്ങോട്ട് പോയാൽ എന്തായാലും എവിടെയെങ്കിലും ഒരു എൻ്റെ എത്തും. ഓക്കെ, നല്ല ഫ്ലവറൊക്കെ ഉണ്ടല്ലോ. ആ അതാ അയിമലൊക്കെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവേണ്ട. ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഫ്ലവറിൻ്റെ സീസൺ ആവുമ്പോൾ അവിടെയൊക്കെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവേണ്ട. ഈ ഏരിയയിലാണ് ഞങ്ങൾ ഇതിൽ കൂടെ കയറല് പൊതുവെ. പിന്നെ പുറത്തെത്തി ഗേസ് കണ്ടല്ലോ ഗാർഡൻ. എന്ത് അറിയില്ല. ഹമ്മിങ് ബേഡോ? ഓക്കെ, ഞാൻ കുസൃതി ചോദ്യം ചോദിച്ചു. അവള് ബുദ്ധിപരമായ ചോദ്യം ചോദിച്ചു. അപ്പം ഇനി ഇവിടെ അത്യാവശ്യം അവിടെ എനിക്ക് ഒരു കാണാൻ തന്നെ ഒരു വൃത്തിയും പനിയുള്ള ഒരു സ്ഥലം പോലെ. ലൈക്ക് ഒന്നാമതെങ്കിൽ ഈ മഞ്ഞും പച്ചയും ആ കളറിന് എന്തോ ഒരു പ്രത്യേകത അറിയില്ല, പക്ഷെ ആ കളറുള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മഞ്ഞയും പച്ചയും മിക്സ് ആയേണ്ടതാ. കണ്ടോ ഓട്ടോ ഇത് അങ്ങനെ ഒരു വേറെ തന്നെ രസം. എന്ത് കള്ളത്തി ഇവിടുന്ന് പറിച്ചിട്ട് അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ തന്നെ ഇതാവും, എവിടെ ചെടി കണ്ടാലും പറിച്ചു പോയിക്കോളും. ഇതിനകത്ത് ഇനി കയറുന്നില്ല, കയറിയാൽ പിന്നെ സരോജിനി പോക്കൊക്കെ കൊളാവും. ഇപ്പം എന്തായാലും ഞങ്ങൾ അപ്പുറത്തോട്ട്, അവിടെയാണ് മെട്രോ വരുന്നത്, അവിടെ പോയോക്കട്ടെ. അപ്പോൾ ഇതാട്ടോ എൻട്രി. ഇനി ഉള്ളിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ റിട്ടേൺ പോവാം. വാ പോരി. എൻ്റെ ഡീറ്റെയിൽസ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഉണ്ട്. അപ്പുറത്താട്ടോ ഇംഗ്ലീഷ്. ഒരു ഏരിയ കാണാനല്ലോ മുന്നിൽ, ഒരു എസ്തെറ്റിക് വൈബില്ലേ. അതിൽ ആ ഓട്ടോ വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ എസ്തെറ്റിക് ആയിരുന്നേ. മെട്രോ അറ്റത്തല്ല, കുറച്ച് പോയാൽ. അവളിപ്പം തന്നെ ക്ഷീണിച്ചു. എന്തായാലും ചാർജും കഴിഞ്ഞു. ഇനിയിപ്പം മെട്രോയിൽ കയറി കുത്തി വെച്ചിട്ട് നേരെ സരോജിനി പോകണം. ഫുഡും കഴിക്കണം. ഫുഡ് കഴിച്ചില്ല, രാവിലെ പയോ അങ്ങനെ എന്തോ കഴിച്ചതാ. മെട്രോ എത്തി. ചെറിയ പിള്ളേരെ എങ്ങനെ സൈലൻ്റ് ആക്കാന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്, ഒരു ടിപ്പാണിത്. മെട്രോ എപ്പോഴെത്താ, വിശക്കുണ്ട് എപ്പോഴെത്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 100 എണ്ണിക്കാപ്പത്തി എത്തുക. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുവരെ എല്ലാ മെട്രോക്കും ഇവൾക്കുള്ള എടുത്തായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലാന്ന് എൻ്റെ കൂടെ കയറ്റിയതാണ്. വെറുതെ ഒരാളുടെ എക്സ്ട്രാ പൈസ. ഒരാളെന്ന് പറയാൻ മാത്രം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അച്ഛനും അല്ല എന്നാൽ 4 ബർഗർ ഇടിച്ചിട്ട് ചാർജ് ചെയ്യാൻ വിചാരിച്ചിനി. പക്ഷേ തന്നപടി സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു ചാർജ് ചെയ്യാൻ പറ്റില്ല. ഞാനാണ് നിൽക്കാതെ വർത്താൻ പറഞ്ഞിരിക്കുക, അത് മൈൻഡേ ഇല്ല. പറ. അപ്പോൾ ഞങ്ങൾ അവിടെ കുത്താൻ സമ്മതിച്ചില്ല. പിന്നെ അപ്പുറത്തെ ഷോപ്പ് കയറിയപ്പോൾ അവർ പറഞ്ഞു അവിടെ സമ്മതിക്കില്ല പറഞ്ഞു. കാരണം ഏത് ഷോപ്പിലും അലൗഡ് അല്ല. പക്ഷെ അവിടെ ഉള്ളൊരുത്തൻ ഭയങ്കര കുറേ നേരം ഞാൻ ഇങ്ങനെ ചാർജ് ഇല്ലാത്തത് കളി കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കണ്ടപ്പോൾ അവസാനം എന്നോട് പറഞ്ഞു കുഴപ്പമില്ല കുത്തിക്കോ, ഇവിടെ കുത്താൻ പറഞ്ഞാണ്ട്. പിന്നെ അവിടുന്ന് കുറേ സാധനമൊക്കെ മേടിച്ചു. അതുകൊണ്ട് ഒരു പിന്നെ കേരളയിൽ നിന്നാണോ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ അടിക്കാൻ വർത്താനം പറയാനും അറിയില്ല, ഹിന്ദി അതിന് മാത്രം അറിയില്ല.
എന്തായാലും അത് കഴിഞ്ഞ് ഇപ്പം 48 ആയിണ്. ഇനിയിപ്പോൾ എന്തായാലും സരോജിനി പോയി 2-3 വീഡിയോസ് എന്തായാലും ക്ലിപ്പ് എടുത്തിട്ട് അതോടെ ഈ വീഡിയോ കഴിയുന്നതായിരിക്കും. ഫുള്ള് കോമഡി. ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്ത ടൈമിൽ അയാൾ പറഞ്ഞു എന്നോട്, അവിടുത്തെ ആൾ പറഞ്ഞ് ബച്ചക്ക് കുട്ടിക്ക് വേണ്ട, എന്താ നമുക്ക് മതി, എൻ്റെ കൂടെ ഓളെ ആഡാക്കിയാൽ മതി എന്ന് പറഞ്ഞു പോകുമ്പോൾ. അതിൽ ടിക്കറ്റ് അവിടുന്ന് പോരുമ്പോൾ സെറ്റ് ചെയ്യുന്നു. ഇവിടെ എത്തിയപ്പോൾ പിന്നെ എന്താ ഇവിടെ എത്തിയപ്പോൾ ടിക്കറ്റ് ഞാൻ വെക്കലും ഓളോടി, അത് തുറന്ന പാടെ ഓളോടി, അത് കഴിഞ്ഞ പാടെ അടിച്ചും ചെയ്തു. എനിക്ക് പോകാനുള്ള ഗ്യാപ്പും കിട്ടിയില്ല. പക്ഷേ ഇതെങ്ങനെ ഞാൻ ഹിന്ദിയിൽ ആ സെക്യൂരിറ്റിനോട് പറയുന്ന ഒരു ഐഡിയ ഇല്ല. അങ്ങനെ മൊത്തത്തിൽ കുടുങ്ങി വെയിൽ. ഇതൊക്കെ മാർക്കറ്റാട്ടോ. മാർക്കറ്റ് എന്നല്ല, ഇവിടെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടാവും. ഇതിൻ്റെ അകത്താണ് മാർക്കറ്റ് വരുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കണം. ഇനിയിപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ഷോർട്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ബാക്കി നാളെ ഇൻഷാല്ലാ ജമാ മസ്ജിദ് പോകണം, അവിടുത്തെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഇങ്ങനെ മുങ്ങിത്തപ്പണം, അതാണ് മെയിൻ പരിപാടി. കുറേ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതിൽ പക്ഷേ എന്താ പറയാണ്ടോ എത്തത്. അപ്പോൾ ഇനി എന്തായാലും പോവാ വിചാരിച്ചു. കാരണം ഇവൾക്കാണെങ്കിലും കാല് വേദന പറഞ്ഞ്, പിന്നെ അതേപോലെ ഉമ്മ വിചാരിച്ചൊക്കെ ഉമ്മക്ക് കിട്ടിയില്ല. അപ്പം ഉമ്മൻ്റെ മൂട് പോയി. പിന്നെന്താ അങ്ങനെ കുറച്ച് നടക്കണം. ഞങ്ങൾ ഓൾറെഡി അത്യാവശ്യം നല്ലോണം നടന്ന്, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇനി എന്തായാലും പോട്ടെ, റിട്ടേൺ വീട്ടിൽ പോട്ടെ. ഒക്കെ എന്തോ വലത്തിലാണല്ലേ. അതുകൊണ്ട് ഇപ്പം എന്തേ റെയിൽവേ സ്റ്റേഷൻ അല്ല, മെട്രോ സ്റ്റേഷൻ. ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. കണ്ടോ ഇത്. അപ്പോൾ മുഖം കാണിക്കാനുള്ള അവസ്ഥയിലല്ല, ഫുള്ള് അലമ്പയാണ്. അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത്. എന്തിനാ വെറുതെ കിസന്നെ. അപ്പോൾ എന്തായാലും ബാക്കിയൊന്നുമില്ല. ഇനി വീട്ടിൽ പോട്ടെ. അവസ്ഥ ആദ്യത്തെ എസ്കലേറ്റർ കയറി അത് നിന്ന്, രണ്ടാമത്തെ എസ്കലേറ്റർ കയറി അത് നിന്ന്. കണ്ടോ പോണേ ആൾക്കാർ ഒക്കെ നടന്ന് കയറുക, എന്നിട്ടാവും നിൽക്കാനല്ലേ. ശരിയാടാ. ഈ ഇവിടുത്തെ ഈ ഫുഡായിട്ട് കുറക്കണ്ട. മുറാദാബാദി ബിരിയാണി മേടിക്കുക വിചാരിച്ചു നൈറ്റ് ഫുഡിന്. പിന്നെ അപ്പുറത്തെ ഒരു മലബാർ ഹോട്ടലുണ്ട്, അവിടെ മലയാളീസിൻ്റെ അത് കിട്ടും. എത്തത് എല്ലാവരും വീഡിയോ എടുക്കുന്നു വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അതും പോയി കഴിക്കണം. നാളെ രാവിലെ ഇവിടെ ഒരു ആനീസ് കിച്ചണും കൂടെ ഉണ്ട്, അവിടെയും പോയി പുട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അതും കവർ ചെയ്ത് ഏകദേശം എല്ലാം ആയിന്. ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ബാക്കി നാളെ നോക്കാം. റെഡ് ഫോർട്ടൊക്കെ പോകണം. അപ്പോൾ ഓക്കെ, ബൈ.